കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി മുസ്ലിം ലീഗ്. ലീഗ് പ്രവർത്തകന്റെ തോളെല്ല് പൊട്ടിയ വിവരം മറച്ചുവെച്ച് ആശുപത്രി അധികൃതർ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വഴിയൊരുക്കിയെന്ന് MK മുനീർ. CPIM നിർദ്ദേശപ്രകാരമാണ് ആശുപത്രി അധികൃതരും പോലീസും പ്രവർത്തിക്കുന്നതെന്നും ആരോപണം. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിനിടെ പേരാമ്പ്രൻ നൊച്ചാട് UDF CPM സംഘർഷമുണ്ടായി. ഇതിനിടെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ PC ലിജാസിന് പരിക്കേറ്റത്. എക്സ്റേ പരിശോധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ ലിജാസിനെ ഡിസ്ചാർജ് ചെയ്തു. പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തു. 18 ദിവസം ജയിലിൽ കിടന്ന ശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ലിജാസ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. എക്സ്റേ പരിശോധിച്ചപ്പോഴാണ് തോളലിന് പൊട്ടലുള്ള കാര്യം കണ്ടെത്തിയത്. തോളലിന് പൊട്ടലേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ സമ്മർദ്ദത്തിന് വഴങ്ങി ഡിസ്ചാർജ് ചെയ്തെന്ന് MK മുനീർ ആരോപിച്ചു. ഈ ലിജാസ് എന്ന് പറയുന്ന ആള് നിംസിൽ ചെന്ന് വീണ്ടും വേദന പറഞ്ഞപ്പം അവർ ഈ എക്സ്റേ എടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എക്സ്റേയിൽ തോളല് പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഈ എക്സ്റേ എടുത്തിട്ട് അവർ തോളല് പൊട്ടിയത് കണ്ടിട്ടില്ല. പല സ്ഥലത്തും പോയിട്ടും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തൊന്നും തോളല് പൊട്ടിയത് കാണുന്നില്ല. പിന്നെ MRI വരെ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം എടുത്തപ്പോൾ വളരെ കൃത്യമായി അത് സർജറിയിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 ആഴ്ച വിശ്രമം ആവശ്യമായിരുന്നത് തന്നെയാണ് തോളലിന് പൊട്ടലേറ്റ സംഭവം മറച്ചുവെച്ച് ഡോക്ടർമാർ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന് PC ലിജാസ് ആരോപിച്ചു. മെഡിക്കൽ കോളേജിലെ എക്സ്റേ നോക്കിയിട്ടാണ് മിംസിലുള്ള ഡോക്ടർ അടക്കം പറയുന്നത് ഇതിൽ പൊട്ടുണ്ടെന്നുള്ളത്. പിന്നെ MRI എടുത്തവരാണ് സ്ഥിരീകരിച്ചത് ഡോക്ടർ. ഈ ഡിസ്ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ എന്നാണ്. വേറെ പൊട്ടിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മളോട് 3 ആഴ്ച റെസ്റ്റ് എടുക്കാൻ മാത്രം. ഇപ്പോൾ മാറിക്കോളും. പക്ഷേ നമുക്ക് റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. നേരെ ജയിലിലേക്കാണ് പോയി. നമുക്ക് എന്തെല്ലാം പ്രയാസം ഇവിടെ ഒക്കെ അനുഭവപ്പെട്ടിരിക്കും. പ്രാഥമിക കർമ്മങ്ങൾ പോയി ചെയ്യാൻ പോലും പറ്റിയില്ല ആ ടൈമിൽ. അനാരോഗ്യം മറച്ചുവെച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രോഗിയെ ഡിസ്ചാർജ് ചെയ്ത ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. CPM ഒത്താശയോടെ നടന്ന ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്നും ലീഗ് ആരോപിക്കുന്നു. 24 കോഴിക്കോട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.